ഹലോ. ഞാനിപ്പം വീഡിയോസ് ഒന്നും ഇടാറില്ല, കാരണം എൻ്റെ അസുഖം മാറി ഞാൻ എണീറ്റ് ഒരുവിധം നടക്കാനായപ്പോഴത്തേക്ക് പടച്ചോനത് നേരെ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്ത അസുഖം. കാരണം ഒരു സ്ക്രൂവിൻ്റെ രൂപത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അസുഖം കടന്നു വന്നത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ICUവിലാണ്. 4 ദിവസമായി. ഞാൻ മലബാർ ഹോസ്പിറ്റലിൻ്റെ ICUവിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്ത് താമസിക്കാൻ. അവിടെ മക്കൾ പകലൊക്കെ വരും, ഭക്ഷണമൊക്കെ കൊണ്ട് തരും ഒക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ രാത്രി മകൻ വരും. ഇപ്പോൾ രാത്രി സമയമായി 9 മണിയായി 9 തോന്നി. അങ്ങനെ 9 മണിയായിട്ട് അയക്കുന്നു. പിന്നെ എന്താ പറയുക, മോനിപ്പം വരും റൂമിലേക്ക്. ഞാനും മോനും ഇവിടെ കിടക്കും. ഹസ്ബൻഡ് ICUവിലാണുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ. എന്താ വെച്ചാൽ ഹസ്ബൻഡിന് ഷുഗർ ഉണ്ടായിരുന്നു, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കാലിന് തരിപ്പ് വന്നപ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല. എൻ്റെ അസുഖത്തിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ നോക്കിയതേ ഇല്ല. എന്നെ ഒരുപാട് നല്ലോണം മൂപ്പര് നോക്കി എന്നെ എണീപ്പിച്ച് ഞാൻ സന്തോഷമായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും, മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷേ അത് ഒരുപാട് കാലം നീണ്ടു നിന്നില്ല. ഞാൻ ഒന്നും കൂടി നല്ലോണം ഉറച്ച് നടക്കാനായിട്ട് പല സ്ഥലത്തും നേർച്ചകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ എന്നെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞ് നിന്നതാണ്. അപ്പോഴാണ് ഒരു സ്ക്രൂ കാലിന് കയറിയിട്ട് അറിഞ്ഞതേ ഇല്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് പനി വന്നിട്ട് പനിക്ക് മരുന്ന് കുടിക്കും, പനി മാറും. പിന്നെയും പുറത്തൊന്ന് പോയിട്ട് ഭയങ്കര വിറയലും പനിയായിട്ടാണ് വരിക. അങ്ങനെ ആയി. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളും വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, എന്താ പനി മാറാത്ത പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാലും കയ്യൊക്കെ ഉഴിഞ്ഞു കൊടുത്തപ്പോൾ കണ്ട് കാലിൻ്റെ വിരലിനൊരു കറുപ്പ് നിറം, കറുപ്പുമല്ല നീലയല്ലാത്തൊരു കളറ്. അപ്പോൾ ഇതെന്താ പറ്റിയത്, എന്തെങ്കിലും കടിച്ചതാണോ എവിടെയും കുത്തിപ്പോയതാണോ ഒന്നും ചോദിച്ചിട്ട് അറിയില്ല. എനിക്കറിയില്ല, എന്താ പറ്റിയ അറിയില്ല. അതെന്തോ ആണ് അത് വിടുമെന്ന് അറിയുമ്പോൾ. അങ്ങനെ പനി മാറാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കണ്ട, നമ്മൾ KMCT പോയി കാണിക്കാം. ഞാൻ എണീറ്റ് നടന്നത് KMCTയിലെ ഡോക്ടർമാരെ കൈപുണ്യം കൊണ്ടല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി പനിക്ക് മരുന്നൊക്കെ കയറ്റി ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പം പനി കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കാലിനിങ്ങനെ വിരലിനൊരു കറുപ്പ് കാണുന്നുണ്ട്. അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് രക്തോട്ടമല്ലാതെ കറുത്ത് പോയതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. ഞാൻ ആദ്യം സ്കാനിങ് എടുത്തിട്ട് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. പക്ഷേ വിരൽ രണ്ടും പഴുത്ത് പോയിക്കുന്നെന്ന് പറഞ്ഞു. 5-ാമത്തെ വിരലും 4-ാമത്തെ വിരലും പഴുത്ത് പോയിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റേണ്ടി വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ നല്ലോണം ഒരു സ്ക്രൂ കാണാനുണ്ട് കാലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സ്ക്രൂ എങ്ങനെ വന്നതെന്ന് ആർക്കും അറിയില്ല. മൂപ്പർക്ക് തറച്ചതും ഓർമ്മയില്ല, അവിടെ ഇട്ട് വേദനയില്ല, ഒന്നുമില്ല, ഒരു അടയാളം പോലും ഇല്ല. അങ്ങനെ ആയിട്ട് ഞങ്ങൾ KMCTയിൽ തന്നെ അഡ്മിറ്റായി. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്ത് 3 വിരലെടുത്ത് മാറ്റിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ KMCT എന്ന് പറഞ്ഞ് ബാക്കി ഭാഗങ്ങളിൽ പഴുപ്പ് വരുന്നുണ്ട്, കാലിൻ്റെ പാദം വരെ ഒഴിവാക്കണം അങ്ങനെ പറഞ്ഞ് പാദത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മുറിക്കണം എന്ന് പറഞ്ഞു. ആരും എന്നോട് മക്കളെന്നെ ഒരു പേരും അറിയിക്കാതെ ഞാൻ സങ്കടപ്പെടുന്നതിന് അങ്ങനെയൊക്കെ ആക്കി. എന്തായാലും അന്നത്തെ ദിവസം ഞാൻ അറിയുന്നത്. അങ്ങനെ മുറിച്ച് മാറ്റി. അത് എനിക്ക് ജീവിതത്തിൽ താങ്ങാൻ വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ ഞാൻ എങ്ങനെ കടന്നു പോയതെന്ന് എനിക്കറിയില്ല. അതിൽ ഞാൻ തകർന്ന് തരിപ്പണമായിപ്പോയി. അങ്ങനെ കാല് മുറിച്ച് അവിടെ KMCTയിലൊരു റൂം എടുത്ത് അതിൽ കൊണ്ടുവന്നാക്കി തന്നിട്ട് ഞങ്ങൾ കണ്ണിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രാവിലെ വന്നിട്ട് മുറിൻ്റെ കെട്ടയച്ചിട്ട് ഒരു കെട്ടൂല, ഈ ചോരയൊക്കെ ഈ തുണി തന്നെ മുറിൻ്റെ മേലെ അവിടെ വെച്ചിട്ട് പോകും. ചില ദിവസം മുറിൻ്റെ മേലെ ഒന്നും വെക്കൂല. അങ്ങനെ പോയിട്ട് 4 മണിയായാലും മരുന്ന് വെക്കാൻ വരില്ല. എപ്പം വരാറിട്ട് കെട്ടയച്ചിട്ട് പോവുക, പക്ഷെ 4 മണിയായാലും മരുന്ന് വെക്കാൻ വരില്ല. അങ്ങനെ ഒരാഴ്ച അങ്ങനെ ഇട്ടപ്പോൾ ഇൻഫെക്ഷനായി. ഞാൻ അന്നേ ചോദിക്കും, ഇത് ഇൻഫെക്ഷൻ ആവില്ല ഇങ്ങനെ കെട്ടയച്ചിട്ടാൽ, ആരൊക്കെ വരുന്നുണ്ട് റൂമിൽ. പിന്നെ സാധാ പുതപ്പ് ഇങ്ങനെ കാലിലിട്ട് കൊടുക്കും ഞാൻ. എനിക്ക് ഈ മുറി കാണാൻ പറ്റും. മുറി നമ്മളെ മുന്നിൽ വെച്ച് കഴിച്ച് അവിടെ ഇട്ട് പോവുക. ചെറിയ മുറിയാണെങ്കിൽ വേണ്ടിയില്ല, ഒരു
ഒരു ഭാഗം മുറിച്ച് മാറ്റിയതല്ലേ, അവനങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? 4 മണിക്ക് വന്നിട്ട് മുറി കെട്ടും. അങ്ങനെയായിട്ട് അന്നേ ഞാൻ പറയും ഇൻഫെക്ഷൻ ആവും, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ തന്നെ ചെയ്യും. എന്നിട്ട് തന്നെ ഞങ്ങൾ തിരഞ്ഞു പോകണം, ഇവരെവിടെയാണുള്ളത് വെച്ചാൽ നഴ്സിംഗ് റൂമിലോ എല്ലായിടത്തും പോയിട്ടൊക്കെ അവരെ തേടി പിടിച്ച് ഞങ്ങൾ കൊണ്ടുവരണം. കഴിച്ചു അപ്പോൾ അവർക്ക് മറന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് ചോദിക്കും, അത് കെട്ടിയിട്ടില്ലേ, എന്നപ്പോൾ വരാം, ഡ്രസ്സ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞവർ വന്നിട്ട് ഡ്രസ്സ് ചെയ്ത് വരും. അങ്ങനെയായി ഇൻഫെക്ഷനായി പോയി. എന്നിട്ട് അവർ പറയാം കാലിൻ്റെ തൊടൻ്റെ വരെ മുറിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ സമ്മതിക്കൂല, ഞാൻ തെണ്ടി ജീവിക്കേണ്ടി വന്നാലും ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് കൊണ്ടുപോവുകയാണ്, എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ രക്ഷപ്പെടുത്തിക്കോളാന്ന്. പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ വീട് പണി പോലും തീർന്നിട്ടില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ കുടുംബക്കാരെയൊക്കെ വിവരം അറിയിച്ചു. ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മക്കളത് ഏറ്റെടുത്ത് ഞങ്ങളിപ്പോൾ മലബാർ ഹോസ്പിറ്റലിലാണ്, ICUവിൽ സുഖം പ്രാപിച്ച് വരുന്നു. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഹാർട്ടിലൊക്കെ കയറി, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് മുമ്പ്, ബൈപ്പാസ് കഴിഞ്ഞതാണ് 13 കൊല്ലം മുമ്പ്. അങ്ങനത്തെ ആൾക്ക് ഹാർട്ടിലും ഇൻഫെക്ഷൻ കയറി, വായിൽ കൂടെ വരുന്ന സ്മെല്ല് വരെ ഇൻഫെക്ഷൻ്റേതായിപ്പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല ഈ സ്മെല്ല് കൊണ്ട്. തലച്ചോറിൽ കയറിപ്പോയാൽ ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല, കഴുത്ത് വരെ എത്തി. ഇത് പിന്നെ തളർന്നിട്ട് എണീക്കൂല ബെഡിൽ നിന്ന്, ഒരു ഭക്ഷണം കഴിക്കലും. ഞാൻ തളർന്നു പോയി മോളെ, ഞാനിനിയില്ല, ഞാൻ തീർന്നെന്ന് പറഞ്ഞ് കരയും. അപ്പോഴാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ICUവിലാണ്. മിഞ്ഞാന്ന് വരെ പറഞ്ഞ് കിട്ടൂല, അങ്ങോട്ട് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥന, എല്ലാ നേർച്ചക്കാരെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തോടും പ്രാർത്ഥിച്ച്, ദൈവത്തോടല്ലാണ്ട് പിന്നെ ആരോട് പറയാനാണ്. ഞാനൊരുപാട് കരഞ്ഞ് പറഞ്ഞു. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പതായി ഇന്നലെ ആശ്വാസമുള്ളൊരു വാക്ക് കേട്ടിക്കണം, എല്ലാം നോർമലായിക്കണം. കാലിൻ്റെ മുറിവ് ഉണങ്ങി തുടങ്ങി. പിന്നെ അതിനെക്കൊണ്ട് പേടിക്കാനൊന്നുമില്ല, പേടിക്കേണ്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞത്.